ഹലോ വിശകലന സമൂഹം നിങ്ങളോടൊപ്പമുണ്ട്. ഗുരു മാർക്കറ്റ്സ് കോർപ്പറേഷനെക്കുറിച്ചുള്ള പൊതുവായ വിവരങ്ങളിൽ നിന്നാണ് ഞങ്ങൾ ആരംഭിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ താൽക്കാലികമായി നിർത്താം. പഠനത്തിൻ കീഴിലുള്ള കോർപ്പറേഷന്റെ എല്ലാ സൂചകങ്ങളും നിങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധയോടെ പരിഗണിക്കാം. ഇപ്പോൾ ഞങ്ങൾ കമ്പനിയുടെ പ്രധാന സൂചകങ്ങൾ താരതമ്യം ചെയ്യും. ടെസ്ല ഇൻക് ടിക്കർ TSLI. ഈ അവലോകനം 2025 മാർച്ച് 22 വരെയുള്ള വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. വർഗീകരണം വഴി ഗുരു മാർക്കറ്റ്സ് കോർപ്പറേഷൻ ടെസ്ല ഇൻക് ഉപവിഭാഗത്തിൽ പെടുന്നു. ഇലക്ട്രിക് 61 കമ്പനികൾ വിശകലനത്തിൽ പങ്കെടുക്കുന്നു. ഇത് വളരെ പ്രതിനിധിയാണ്. ഈ വീഡിയോയുടെ അവസാനം എടുത്ത തീരുമാനങ്ങൾ കാണുക. സംശയാസ്പദമായ കമ്പനിയുടെ ഫലം ഇതാണ്. 10.4. ഉപവിഭാഗത്തിന്റെ ശരാശരി ഫലം 3.5 പോയിന്റ് ആണ്. നിങ്ങൾ വളരെ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ മൊത്തം US വിപണിയിൽ മൊത്തം US സ്റ്റോക്ക് മാർക്കറ്റിന്റെ ശരാശരി സ്കോർ 1.9 പോയിന്റാണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. സ്കോറിനെതിരെ 4 പോയിന്റ് ടെസ്ല ഇൻക്. കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മകത താരതമ്യം ചെയ്യുന്നു. ടെസ്ല ഇൻക് ഉപവിഭാഗം ഓഹരികളും. കഴിഞ്ഞ 12 മാസമായി കമ്പനിയുടെ ഓഹരികൾ ഞങ്ങൾ കാണുന്നു. ടെസ്ല ഇൻക് 45.2% മാറ്റം കാണിച്ചു. ഉപവിഭാഗത്തിലെ വില ചലനാത്മകതയ്ക്കെതിരെ 41.8%. ഇത് വ്യക്തമായി ഒന്നും സൂചിപ്പിക്കുന്നില്ല, എന്നാൽ ഈ വസ്തുത നാം മനസ്സിൽ സൂക്ഷിക്കണം. കമ്പനിയുടെ വിപണി മൂലധനം ടെസ്ല ഇൻക് $799.91 ബില്യൺ ആണ്. ഉപവിഭാഗത്തിന്റെ വിപണി മൂലധനം $903 ബില്യൺ. ടെസ്ല ഇൻക് 88.577% വിഹിതവും ഉപവിഭാഗത്തിലെ പ്രധാന നേതാവുമാണ്. കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് മൂലധനം $72.68 ബില്യൺ. $102 ബില്യൺ ഉപവിഭാഗം മൂലധനം. ടെസ്ല ഇൻക് 71.455% വിഹിതമാണ്. മാർക്കറ്റിന്റെയും ബാലൻസ് ക്യാപിറ്റലൈസേഷന്റെയും ഷെയറുകളുടെ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനിപ്പറയുന്നവ കാണാൻ കഴിയും. പങ്കിടുക. ടെസ്ല ഇൻക് ഓഹരി വിപണി മൂലധനം വിലയിരുത്തുമ്പോൾ ഉപവിഭാഗത്തിൽ 88.577%. പുസ്തക മൂല്യം 71.455%. ഇത് വിപണി മൂല്യത്തിന്റെ വിഹിതത്തേക്കാൾ 19% കുറവാണ്. കമ്പനിയുടെ വിപണി വിഹിതത്തിന്റെ വിലയിരുത്തലും ഉപവിഭാഗത്തിന്റെ പുസ്തക മൂല്യവും മോശം -1 പോയിന്റ്. വിശകലനം ചെയ്ത സ്ഥാപനത്തിന്റെ സാമ്പത്തിക ബാധ്യതകൾ $13.87 ബില്യൺ ആണ്. കമ്പനിയുടെ മൂലധനത്തിന്റെ 19% ബുക്ക് ക്യാപിറ്റലൈസേഷന്റെ സാമ്പത്തിക ബാധ്യതകളാണ്. കമ്പനിയുടെ സാമ്പത്തിക ബാധ്യതകളുടെ തലത്തിൽ ഫലം നല്ലത് 1 പോയിന്റ്. കമ്പനിയുടെ ഓഹരി വിലയും വരുമാന അനുപാതവും 112.2 ആണ്. ഉപവിഭാഗത്തിന്റെ ശരാശരി 0 ആണ്. ഇത് ഉപവിഭാഗത്തിന്റെ ശരാശരിയേക്കാൾ മികച്ചതാണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എക്സ്ചേഞ്ച് വില അതിന്റെ ലാഭത്തിലേക്കുള്ള വിലയിരുത്തൽ വളരെ നല്ലത് 2 പോയിന്റുകൾ. കഴിഞ്ഞ 12 മാസത്തെ ലാഭം $7,129 മില്യൺ. അടുത്ത 12 മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന വരുമാനം $10,069 മില്യൺ ആണ്. നിലവിലുള്ളതിനേക്കാൾ 41.2% കൂടുതൽ. ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭ സൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. കമ്പനിയുടെ വിലവിൽപ്പന അനുപാതം 8.2 ആണ്. 5.9 എന്ന ഉപവിഭാഗ ശരാശരിയേക്കാൾ 39% കൂടുതലാണ്. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വിപണി മൂല്യത്തിന്റെ സൂചകങ്ങൾ അതിന്റെ വരുമാനത്തിലേക്കുള്ള വിലയിരുത്തൽ സഹിക്കാവുന്നത് -0.5 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ വരുമാനം $97,680 മില്യൺ ആണ്. അടുത്ത 12 മാസത്തേക്കുള്ള ഭാവി വരുമാനം $137,960 മില്യൺ ആണ്.
നിലവിലുള്ളതിനേക്കാൾ 41% കൂടുതൽ. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭാവിയിലെ വിൽപ്പന വോള്യങ്ങളുടെ സൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. മാർജിൻ 7.3%. ഉപവിഭാഗത്തിലെ ശരാശരി -7.4%. ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 14.7%. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മാർജിനാലിറ്റി വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണത്തിൽ കമ്പനിയുടെ വിഹിതം 47.18%. ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ 88% കുറവാണ്. ഈ വസ്തുത കമ്പനിയുടെ വിനിമയ മൂല്യത്തിലെ അസന്തുലിതാവസ്ഥ കാണിക്കുന്നു. ടെസ്ല എൻസ ഒരുപക്ഷേ പുനർമൂല്യനിർണയത്തിലേക്ക്. കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും വിപണി മൂലധനം $6,366,000 തുല്യമാണ്. ഉപവിഭാഗത്തിന് $3,391,000. ഉപവിഭാഗത്തിലെ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 87.7%. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന് കമ്പനി മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ സഹിക്കാവുന്ന 0 പോയിന്റുകൾ. കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും ലാഭം $56,700 ആണ്. ഉപവിഭാഗത്തിലെ ശരാശരി -$42,800. കൂടാതെ ഉപവിഭാഗത്തിന്റെ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം $100,000 ആണ്. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന് ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ വിൽപ്പന അളവ് $777,000 ആണ്. ഉപവിഭാഗം പ്രകാരം $579,000. ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 34%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വ്യക്തിഗത ജീവനക്കാരന്റെ വിൽപ്പനയുടെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. ഹ്രസ്വ ഇടപാടുകളുടെ അളവ് 2.4% തുല്യമാണ്. ഉപവിഭാഗത്തിന് ശരാശരി 3.2%. ഇതൊരു ഷോർട്ട് സ്ക്വീസ് ഇൻഡിക്കേറ്ററാണ്. സൂചകം RSI-14 കമ്പനിക്ക് 39% ലെവൽ കാണിക്കുന്നു. ടെസ്ല ഇൻക്. ഉപവിഭാഗത്തിന് ഈ നില 40%. ശരാശരി ഉപവിഭാഗത്തിന്റെ ഓഹരികൾ കമ്പനിയുടെ ഓഹരികൾ പോലെ തന്നെ ഉദ്ധരിച്ചിരിക്കുന്നു. ടെസ്ല ഇൻക്. കമ്പനിയുടെ ഓഹരികളുടെ നിലവിലെ മൂല്യം ഏകദേശം $249 ആണ്. കമ്പനിയുടെ ഓഹരികളുടെ സമവായ വിലക്ഷ്യം ഏകദേശം $369 ആണ്. യഥാർത്ഥ വിലയും സമവായ പ്രവചനവും തമ്മിലുള്ള വ്യത്യാസം ഏകദേശം 48%. നമുക്ക് ഓർഡർ ടേബിൾ നോക്കാം. അത് എല്ലാവർക്കും ലഭ്യമാണ്. അതിലേക്കുള്ള ഒരു ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട്. ഓർഡർ ടേബിളിൽ വിവരങ്ങളും റഫറൻസ് സംവിധാനവും മുഖേനയുള്ള ഒരു നിശ്ചിത സീസണിലെ തീരുമാനങ്ങളിൽ എല്ലാം അടങ്ങിയിരിക്കുന്നു. ഗുരു മാർക്കറ്റ്സ് ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് സൗജന്യവും തുറന്നതുമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. കമ്പനിയുടെ ഓഹരികളുടെ മൂല്യനിർണയത്തെ അടിസ്ഥാനമാക്കി ടെസ്ല ഇൻക്. സ്റ്റോക്ക് മൂല്യനിർണയത്തിനുള്ള വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഗുരു മാർക്കറ്റ്സ് ഇനിപ്പറയുന്ന തീരുമാനം എടുത്തു. നിലവിലെ വീഡിയോ ഒരു അവലോകനമായതിനാൽ ഒരു കച്ചവടം തുറക്കരുത്. ഈ വീഡിയോ കാണുന്നതിനും വിവര സംവിധാനം ഉപയോഗിച്ചതിനും എല്ലാവർക്കും വളരെ നന്ദി. ഗുരു മാർക്കറ്റ്സ്. നിങ്ങൾ ലോകത്തിലെ ഏറ്റവും മികച്ച പ്രേക്ഷകരാണ്.